തൃശൂർ സുവോളജിക്കൽ പാർക്കിനു വേണ്ടി കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകരിച്ച രൂപരേഖ പ്രസിദ്ധപ്പെടുത്തി. സംസ്ഥാന വനം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് മാസ്റ്റർ ലേഔട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി BS ബൊണാൽ ഒപ്പ് രേഖപ്പെടുത്തി അംഗീകരിച്ച മാസ്റ്റർ ലേഔട്ടിൽ നിർമ്മിക്കാനിരിക്കുന്ന സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന സവിശേഷതകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വനം വകുപ്പിന് വേണ്ടി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായ വി ഗോപിനാഥൻ, സ്പെഷ്യൽ ഓഫീസറും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുമായ CS യാലാക്കി എന്നിവരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരത്തിൽ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ച ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ ജോൺ കോയുടെ നിർദ്ദേശപ്രകാരമാണ് ലേഔട്ട് തയ്യാറാക്കിയത്. ഫ്രണ്ട്സ് ഓഫ് സൂവിന്റെയും മറ്റ് വിദഗ്ധരുടെയും നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്തിമരേഖയ്ക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. വന്യജീവി സംരക്ഷണത്തിനും ഗവേഷണത്തിനുമാണ് നിർദ്ദിഷ്ട കേന്ദ്രത്തിൽ പ്രാധാന്യം നൽകുന്നത്. സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണം, മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രജനനം, ഇവ സംബന്ധിച്ച ഗവേഷണം എന്നിവയ്ക്കായി പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. തൃശൂർ സുവോളജിക്കൽ പാർക്ക് വന്യജീവി സംരക്ഷണത്തിനും ഗവേഷണത്തിനുമുള്ള കേന്ദ്രം പുത്തൂർ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. സംരക്ഷണ ഗവേഷണ കേന്ദ്രത്തിന്റെ ലൊക്കേഷൻ പ്ലാൻ, ഉപഗ്രഹ ഛായാചിത്രം, സ്ഥാന വിശകലനം, മേഖലാ സങ്കല്പനങ്ങൾ, സന്ദർശക സൗകര്യങ്ങൾ, ജലവിതരണ പദ്ധതി, നിർമ്മാണ ഘട്ടങ്ങൾ എന്നീ കാര്യങ്ങളാണ് വനംവകുപ്പിന്റെ ഔദ്യോഗിക സൈറ്റായ www.forest.kerala.gov.in പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേവലം ഒരു സുവോളജിക്കൽ പാർക്ക് എന്നതിലുപരിയായി പശ്ചിമഘട്ടനിരകളിൽ വംശനാശം നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനും ഗവേഷണത്തിനുമുള്ള സ്ഥാപനമായി നിർദ്ദിഷ്ട കേന്ദ്രത്തെ മാറ്റുക, ദേശാടന പക്ഷികളെ ആകർഷിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, മൃഗങ്ങൾക്ക് തുറസായ ആവാസസ്ഥാനങ്ങൾ നൽകുക, സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണ കേന്ദ്രമായി കൂടി ഈ സ്ഥാപനത്തെ മാറ്റുക എന്നീ നിർദ്ദേശങ്ങളാണ് ഫ്രണ്ട്സ് ഓഫ് സൂ മുന്നോട്ട് വച്ചിരിക്കുന്നത്.